ഇതെൻ്റെ കമ്പ്യൂട്ടറിനകത്തുണ്ടായിരുന്ന പഴയ ഒരു M.2 SSD ആണ്. ഇതിനെ നമ്മൾ മാറ്റി ഒരു കിടിലം SSDയിലേക്ക് മാറാൻ പോവാണ്. കിങ്സ്റ്റൺ എന്ന കമ്പനി ആയിട്ടില്ലേ, അവരിറക്കിയ NV2 ഒരു M.2 SSD ആണ്. 2 TB ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. അതുപോലെ തന്നെ 3500 MB/s ആണ് ഇതിൻ്റെ റീഡ് സ്പീഡ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ കിങ്സ്റ്റൻ്റെ NV2 എന്ന് പറഞ്ഞിട്ടുള്ള SSD നമ്മുടെ SSD സ്ലോട്ടിലേക്ക് വെച്ചു. ഇതൊരു M.2 SSD ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ലോട്ടിലേക്കാണ് വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്രാഫിക് കാർഡും തിരിച്ച് വെക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ റൈറ്റിംഗ് സ്പീഡും അല്ലെങ്കിൽ റീഡ് സ്പീഡും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ കിങ്സ്റ്റൻ്റെ NV2 എന്ന് പറഞ്ഞിട്ടുള്ള SSD നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് OS ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഗെയിമുകളും ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതായത് SSDയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ്. റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഫയൽസ്, അതായത് നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ Adobe Premiere Pro എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഫയൽസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ C ഡ്രൈവിൽ അല്ലെങ്കിൽ SSDയിലാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമുകളും ആപ്പുകളും എല്ലാം SSDയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്പണായി വരും. നമ്മൾ ഹാർഡ് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും ഇത് ഓപ്പണായി വരാനായിട്ട്, അതായത് ലോഡ് ചെയ്ത് വരാനായിട്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഫോട്ടോഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ SSDയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയി. Adobe Audition വേണം, ഡബിൾ ക്ലിക്ക് ചെയ്യുക, Audition റെഡിയാണ്, എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് റെഡിയായി. അതുപോലെ തന്നെ Adobe Premiere Pro ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ ഒരു ലോഡിങ് വന്നു. യെസ്, എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്, റെഡി ടു എഡിറ്റ് എന്ന ലെവലിലായി. ഇനി അടുത്തത് ഇത്രയും പോട്ടെ, നമുക്ക് ഒരു ഗെയിം നോക്കാം. ഞാൻ PUBG PC എന്ന ഗെയിമാണ് ഞാൻ കൂടുതലായിട്ട് കളിക്കുന്നത്. എത്ര സമയം എടുത്തത് എനിക്ക് ഓപ്പണായി കളിക്കാൻ പറ്റുന്ന ലെവലിൽ വരുമെന്ന് നോക്കാം. ഈ ഒരു SSDയിലോട്ട് ഞാൻ മാറാൻ കാര്യം എന്തെന്നറിയാമോ? എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു SSDയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. കാര്യം എനിക്ക് PUBG PC എന്ന ഗെയിം ഓപ്പണായി വന്നിട്ടുണ്ട്. PUBG PC എന്ന ഗെയിം എനിക്ക് ഓപ്പണായി കിട്ടണമെന്നുണ്ടെങ്കിൽ 3 മുതൽ 4 മിനിറ്റ് വരെ എടുക്കും. അതായത് 4 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഗെയിം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആ ലോഡിംഗ് സ്ക്രീനിലൊന്നും ഒരു തരത്തിലുള്ള സ്റ്റക്കോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് SSD ഒരു NVMe M.2 SSDയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ വർക്ക് ഫ്ലോ മൊത്തത്തിൽ മാറും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് ഫോർ എക്സാമ്പിൾ, ഈ എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മളൊരു പ്രോജക്റ്റ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഇഷ്ടം പോലെ ഫയലുകളും കാര്യങ്ങളൊക്കെ കാണും അല്ലേ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഡേറ്റ മൊത്തവും കയറി വരാനായിട്ട് ഹാർഡ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. പക്ഷേ ഒരു SSD ആണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിങ്സ്റ്റൻ്റെ NV2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു SSD വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഡെഫിനറ്റ്ലി വെർത്ത് ആയിട്ടുള്ളൊരു സാധനമാണ്. 12,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ലോക്കൽ വെൻഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് വില കുറച്ചും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഗെയിം കളിച്ച് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നിങ്ങളുടെയും ഗെയിമിംഗ് PC ഒക്കെ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു 1 TB 2 TB ഒക്കെ SSD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റായി. ഇഷ്ടം പോലെ ഗെയിമുകൾ നിങ്ങൾക്ക് SSDയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതാകുമ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഇത് ലോഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളൊരു ടൂർണമെൻറ്റ് കയറാൻ പോകുമായിരിക്കും. ടൂർണമെൻറ്റ് കയറാനായിട്ട് വന്ന് ഗെയിം ലോഡാവും, ഇപ്പം ലോഡാവും എന്ന് പറഞ്ഞിരുന്ന് സമയം കളയേണ്ട കാര്യമില്ല. കണ്ടോ, അപ്പെക്സ് ലോഡായി. അപ്പോൾ ബൈ, ടാറ്റ.